ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞ് 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമറിലെ രാഖൈൻ സംസ്ഥാനത്ത് നിന്ന് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുമായി പുറപ്പെട്ട ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഘ്നേഷ് കൂടി ചേരുന്നുണ്ട്. വിഘ്നേഷ്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. 500 മരണങ്ങളെന്ന വിവരങ്ങളാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. 500 മരണങ്ങളെന്ന വിവരങ്ങളാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 2 ബോട്ടുകളാണ് ഇപ്പോൾ മുങ്ങിയതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ 2 ബോട്ടുകളും ജൂൺ മാസം അവസാനത്തോടു കൂടിയാണ് ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ തന്നെ മ്യാൻമാറിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബോട്ട് പുറപ്പെട്ട് ഏകദേശം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തെ ബോട്ടുമായിട്ടുള്ള ബന്ധം ജൂലൈ 8-ാം തീയതിയാണ് വിച്ഛേദിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഈ 2 ബോട്ടുകളും മുങ്ങിയതായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഓരോ ബോട്ടിലും ഏകദേശം 250-ന് മുകളിൽ 300ഓളം ആളുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ബോട്ടുകളിലായിട്ട് നിലവിൽ 500-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം 300-ലധികം ആളുകൾ ഒരുപക്ഷെ ഈ ബോട്ടുകളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ മൺസൂൺ കാലം ആയതുകൊണ്ട് തന്നെ കടലിൽ അപകടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഈ ഒരു മോശം കാലാവസ്ഥ തന്നെയാണ് ഈ ബോട്ടുകൾ അപകടത്തിൽപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഈ പ്രദേശം അപകട മേഖലയായിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ? ബംഗാൾ ഉൾക്കടൽ പൊതുവെ അപകടങ്ങൾ വളരെ അധികമുള്ളൊരു മേഖലയാണ്. ഈ മേഖലയിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പക്ഷേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അപകടം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ശരി, വിഘ്നേഷാണ് വിവരങ്ങൾ നൽകിയത്.